കൊല്ലത്തെ വയോധികന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. സംഭവത്തിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപന മാനേജരായ വനിതയടക്കം 5 പേരെ അറസ്റ്റ് ചെയ്തു. മരിച്ച പാപ്പച്ചന്റെ നിക്ഷേപക തുക തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചനയെ തുടർന്നായിരുന്നു കൊലപാതകം. വിവരങ്ങളുമായി രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. രാജ്കുമാർ, ഈ കൊലപാതകത്തിന് പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ച് ഇപ്പോൾ പോലീസ് വിശദീകരിക്കുന്നത് എന്താണ്? ഇത് കൊലപാതകമാണ് എന്ന നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത് എങ്ങനെയാണ്? കഴിഞ്ഞ മെയ്യിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് നമ്മൾ ഈ വാർത്ത നൽകിയിരുന്നു. അന്ന് ഈ കാറ് ഈ വേഗതയിൽ വന്ന് ഈ പാപ്പച്ചൻ സഞ്ചരിച്ചിരുന്ന സൈക്കിളിന് പിന്നിലേക്ക് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇത് പിന്നീട് ഇദ്ദേഹത്തിന്റെ സംസ്കാരം ഉൾപ്പെടെയുള്ള വാർത്തകളും നമ്മൾ നൽകിയിരുന്നതാണ്. ഇതില് ഈ പറയുന്നത് കൊലപാതകത്തിന്, അതായത് ഇതില് ഏതാണ്ട് 76 ലക്ഷം രൂപ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഇദ്ദേഹം നിക്ഷേപിച്ചിരുന്നു. അതിൽ നിന്ന് 40 ലക്ഷം രൂപയോളം ഇതില് അതേ ഈ സ്വകാര്യ ധന സ്ഥാപനത്തിലെ മാനേജർ, അതുപോലെ അതിന്റെ അക്കൗണ്ടന്റ്, ഒരു മാനേജറുടെ പേര് സരിത എന്നാണ്, അക്കൗണ്ടന്റ്, ഇവർ 2 പേര് ചേർന്ന് ഈ പണം തട്ടിയെടുക്കുകയായിരുന്നു. ഇതില് മാത്രമല്ല, ഇത് പിന്നീട് ഇയാൾ തന്നെ, ഇത് പാപ്പച്ചൻ തന്നെ ഇത് മനസ്സിലായി അവരോട് അന്വേഷിച്ചപ്പോൾ പലപ്പോഴായി 18 ലക്ഷം രൂപ ധനകാര്യ സ്ഥാപനം ഇവരിൽ നിന്ന് തിരിച്ച് ഈടാക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഇതേ 18 ലക്ഷം രൂപ നൽകി ഇതിലെ കൊട്ടേഷൻ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയത്. അതായത് കൊട്ടേഷൻ എടുത്തത് അനി, ഇയാളുടെ സുഹൃത്ത് മാഹിൻ, കാറ് വാടകയ്ക്കെടുത്ത ആസിഫ്, ധനകാര്യ സ്ഥാപന ബ്രാഞ്ച് മാനേജർ സരിത, അക്കൗണ്ടന്റ് അനൂപ് എന്നിവരാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. ഇത് മരിച്ച പാപ്പച്ചന്റെ നിക്ഷേപ തട്ടിയെടുക്കാനുള്ള ഗൂഢാലോചനയെ തുടർന്നായിരുന്നു കൊലപാതകം. 80 ലക്ഷം നിഗമനത്തിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോലീസ് എത്തി നിൽക്കുന്നത്. പാപ്പച്ചന്റെ സ്വകാര്യ ബാങ്കിലുള്ള നിക്ഷേപ തുക തട്ടിയെടുക്കാൻ വേണ്ടിയായിരുന്നു കൊലപാതകം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. ഇടവേളയിലേക്ക്.